Hi friends, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗിലെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. നമുക്ക് ആദ്യം എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം. ബഡ്ജറ്റ് എന്താണ്? നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് പാർലമെന്റിൽ ബഡ്ജറ്റ് അംഗീകരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് വരാൻ പോകുന്ന വർഷത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ആ ഒരു വർഷത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എ ബഡ്ജറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ. എന്താണ്? എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കവറിംഗ് പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. എന്താണ്? ഒരു ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഫേമിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യേണ്ടത് എന്ന് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ബഡ്ജറ്റിനകത്ത് എന്താണ്? വരാനിരിക്കുന്ന ഒരു വർഷത്തെ ആയിരിക്കും അല്ലേ? നേരത്തെ കഴിഞ്ഞു പോയ വർഷത്തിലെ അല്ല. എന്താണ്? നമുക്ക് ഫ്യൂച്ചറിലോട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ് ആണ് അല്ലേ? തൊട്ടടുത്ത വർഷത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴേ നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കുകയാണ് എങ്കിൽ ആ റിട്ടൺ പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ബഡ്ജറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ കവറിംഗ് പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ? ചുമ്മാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ക്വാളിറ്റേറ്റീവ് നേച്ചർ അല്ല പറയുന്നത്, ഫിനാൻഷ്യൽ നേച്ചറിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിലോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു ബഡ്ജറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു ബി പർസ്യൂഡ് ഇൻ ദി ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. എന്താണ്? നമുക്കൊരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷത്തിലേക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിൽ എന്തൊക്കെ ബിസിനസ് പ്ലാൻസ് ആണോ അല്ലെങ്കിൽ ബിസിനസ് പോളിസീസ് ആണോ വേണ്ടത് അത് ഫിനാൻഷ്യൽ നേച്ചറിലും ക്വാണ്ടിറ്റേറ്റീവിലും എക്സ്പ്രസ് ചെയ്യുന്നതാണ് എവിടെ? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ICMA ലണ്ടൻ ഡിഫൈൻസ് ബഡ്ജറ്റ് ആസ്. എന്താണ്? നമ്മുടെ ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം. എ ഫിനാൻഷ്യൽ ആൻഡ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വരില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫിനാൻഷ്യൽ ആകാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആവാം. അതിനാണ് നമ്മളിങ്ങനെ ആൻഡ് ഒരു ബാർ ഇടുന്നത്. അതൊരു ഓറാണ്, വീണ്ടും ഒരു ഓർ അല്ലേ? എന്താണ്? ഫിനാൻഷ്യൽ നേച്ചർ ഉള്ളത് മാത്രമാകാം, ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ഉള്ളത് മാത്രമാകാം, അല്ലെങ്കിൽ എന്താണ്? ഇത് രണ്ടും കൂടെ ചേർന്നതാകാം, ഫിനാൻഷ്യലും ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ഉള്ളതാകാം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളാകാം. പ്രിപ്പയർഡ് ആൻഡ് അപ്രൂവ്ഡ് പ്രയർ ടു എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. എന്താണ്? നമുക്കൊരു ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈമിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് അപ്രൂവ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ആ ഒരു പീരീഡ് എത്തിയതിനു ശേഷമാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, അതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും വേണം, അത് അപ്രൂവ് ചെയ്യുകയും വേണം. ഓഫ് ദ പോളിസി ടു ബി പർസ്യൂഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഫോർ അറ്റൈനിങ് എ ഗിവൺ ഒബ്ജക്റ്റീവ്. അതായത് ആ പീരീഡിൽ നമുക്ക് എന്തൊക്കെ ഒബ്ജക്റ്റീവ് ആണോ അറ്റൈൻ ചെയ്യേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കി അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്, അതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയാണ് എന്തെന്ന് പറഞ്ഞത്? നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ബഡ്ജറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിലുള്ള ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ആണ്. ഇത് എപ്പോഴാണ് തയ്യാറാക്കുന്നത്? പ്രയർ ടു എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ആണ്. എന്താണ്? ഒരു ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈമിന് മുന്നേ തന്നെ തയ്യാറാക്കി അപ്രൂവ് ചെയ്ത് വെക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത്? എന്തിനു വേണ്ടിയിട്ടാ? ചുമ്മാതാണോ? അല്ല, ഈ വരാൻ പോകുന്ന വർഷത്തെ അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ പീരീഡിന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളായിരിക്കണം ഇവിടെ വരേണ്ടത്, ഈ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ റിട്ടൺ പ്ലാനിൽ വരേണ്ടത്. അത്തരത്തിൽ വരുന്ന റിട്ടൺ പ്ലാനിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബഡ്ജറ്റ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തൊരു ടേം ആണ്. എന്താണ് ഫോർകാസ്റ്റ്? നമുക്കറിയാം ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു എസ്റ്റിമേഷൻ നടത്തുകയാണ്. ഈ ബഡ്ജറ്റും ഫോർകാസ്റ്റും തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടെങ്കിലും രണ്ടും ഡിഫറെന്റ് ടേം ആണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ്? മുൻകൂട്ടി തയ്യാറാക്കി അപ്രൂവ് ചെയ്ത് വെക്കണം. അത് നമ്മുടെ ഒരു പീരീഡിലേക്കുള്ളതാണ്. ആ പീരീഡിലെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. പക്ഷേ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വൈഡ് അല്ല. എന്താണ്? എ ഫോർകാസ്റ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് സർട്ടൻ ഫ്യൂച്ചർ ഇവന്റ്സ്. എന്താണ്? നമുക്ക് ഭാവിയിൽ വരാനുള്ള ഒരു ഇവന്റിനെ പറ്റിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത്. മറ്റേത് ഭാവിയിൽ വരാനുള്ള ഇവന്റ് എസ്റ്റിമേറ്റ് ചെയ്യാണോ? അല്ല, ഭാവിയിൽ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെ, അല്ലെങ്കിൽ എന്തൊക്കെ പോളിസീസ് ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മുൻകൂട്ടി
മുൻകൂട്ടി തയ്യാറാക്കി വെക്കാണ്. ഇവിടെ പക്ഷെ എന്താണ്, ഒരു ഫ്യൂച്ചർ ഇവന്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിനെ നമുക്ക് ഫോർകാസ്റ്റ് എന്ന് പറയാം. എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്? റെയിൻഫോൾ, സ്റ്റോം, ഇതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഭാവിയിൽ വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. റെയിൻഫോൾ എത്ര വരാം, അല്ലെങ്കിൽ സ്റ്റോംസ് എത്ര വരാം, ഇങ്ങനെയുള്ള ചാൻസുകൾ നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് വിച്ച് ഈസ് മെയ്ഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പീരീഡ് ആസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദി നെക്സ്റ്റ് പീരീഡ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നിന്നുകൊണ്ട് നെക്സ്റ്റ് പീരീഡിൽ എന്ത് സംഭവിക്കുമെന്ന് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ നടത്തുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഫോർകാസ്റ്റിനകത്ത് എപ്പോഴും എന്താണ്? എസ്റ്റിമേഷൻ ആണ് വരുന്നത്. എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോഴേ നമ്മൾ പ്രവചിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. ICMA ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ as a statement of probable event. എന്താണ്? നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സ്റ്റേറ്റ്മെന്റ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഒരു ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്? ജസ്റ്റ് എസ്റ്റിമേഷൻ ആണ് വരുന്നത്. പ്രോബബിൾ ഇവന്റ്സ്, നടക്കാൻ ചാൻസ് ഉള്ള ഇവന്റ്സുകളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ബജറ്റ് എന്നും എന്താണ് ഫോർകാസ്റ്റ് എന്നും ഡിഫറെന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് ബജറ്ററി കൺട്രോളിലേക്കാണ് പോകുന്നത്. ബജറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വേരിയസ് ബജറ്റഡ് ഫിഗേഴ്സ് ആൻഡ് കമ്പയറിംഗ് ദം വിത്ത് ദി ആക്ച്വൽ പെർഫോമൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് വേരിയൻസ് ഇഫ് എനി. എന്താണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? അതൊരു പ്രോസസ് ആണ്. എന്താണ്? നമ്മൾ ഒരുപാട് ബജറ്റുകൾ അല്ലെങ്കിൽ വേരിയസ് ബജറ്റുകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കൂലേ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറെ റിട്ടേൺ പ്ലാൻസ് ആണ് ബജറ്റ്. ആ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആ ബജറ്റിനെ ആക്ച്വൽ ഫിഗറുമായിട്ട് അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്ത് വേരിയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി ഒരു ബജറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബജറ്റ് ആയിരിക്കില്ല ഒരു ബിസിനസ്സിന് പല പല ഫംഗ്ഷൻസ് വെച്ചിട്ട് ഫംഗ്ഷണൽ ബജറ്റുകൾ പലത് വരും അല്ലേ. അപ്പോൾ എന്തൊക്കെ ബജറ്റുകളാണോ ഉള്ളത് ആ ബജറ്റഡ് ഫിഗേഴ്സുമായിട്ട് നമ്മുടെ ആക്ച്വൽ ഫിഗേഴ്സിനെ അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറഞ്ഞത്. ആ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ബജറ്ററി കൺട്രോളില് ജസ്റ്റ് നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ മാത്രം പോരാ, ആക്ച്വൽ പെർഫോമൻസും വേണം. നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കും അടുത്ത വർഷത്തിലേക്ക് ഇങ്ങനെയാണ് ബജറ്റ് എന്ന്. എന്നിട്ട് ആ വർഷം അതിന്റെ പെർഫോമൻസ് നോക്കുന്നു, അത് തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞത്. ഇനി ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം വിച്ച് യൂസസ് ബജറ്റ് ആസ് എ മീൻസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓൾ ആസ്പെക്ട് ഓഫ് പ്രൊഡ്യൂസിംഗ് ആൻഡ് ഓർ സെല്ലിംഗ് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസ്. എന്താണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ സെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ പ്രൊഡ്യൂസിംഗ് ആയാലും ഏതാണോ നമ്മുടെ ബിസിനസിന്റെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലേ. നമ്മുടെ ബിസിനസ് ഒന്നെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ആകാം, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്നതാവാം അല്ലെ. എങ്ങനെയായാലും എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് അതിനെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ ബജറ്റിനെയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ സിസ്റ്റത്തെ നമുക്ക് എന്തെന്ന് പറയാം എന്നാണ് പറഞ്ഞത്? ബജറ്ററി കൺട്രോൾ എന്ന് പറയാം. അതായത് ബജറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ എന്താണ് പ്രവർത്തികളെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പ്രവർത്തികളെ, ആ പ്രവർത്തികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ പ്രൊഡ്യൂസിങ് ആകാം, അല്ലെങ്കിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്നതാകാം, അതും അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്നതാകാം അല്ലെ. സാധനങ്ങൾ മാത്രമല്ല സേവനങ്ങളും ആകാം. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ബജറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ബജറ്ററി കൺട്രോൾ എന്ന് പറയാം. അപ്പൊ അതാണ് ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബജറ്റും അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് വേരിയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്? ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ICMA ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ നോക്കാം എന്താണെന്ന്. ICMA ഡിഫൈൻസ് ഇറ്റ് as എന്താണ് ബജറ്ററി കൺട്രോളിനെ നമ്മുടെ ICMA ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബഡ്ജറ്റ്സ് relating to responsibilities of executives to the requirement of a policy and a continuous comparison
comparison of actual with the budgeted result, either to secure by individual action the objective of that policy or to provide a firm basis for its revision. എന്താ പറഞ്ഞത്? ബജറ്റ്, അതായത് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബജറ്റ്സ് എന്താണ്? ബജറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും? റിലേറ്റിംഗ് ടു ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. നമ്മുടെ ബിസിനസ്സിനകത്തുള്ള എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബജറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഏത്? ബജറ്ററി കൺട്രോൾ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ദി റിക്വയർമെന്റ് ഓഫ് എ പോളിസി ആൻഡ് കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് ബജറ്റഡ് റിസൾട്ട്. എന്താണ്? നമ്മുടെ പോളിസിക്ക് അനുസരിച്ചിട്ടാണോ ഇത് നടക്കുന്നത്? അതുപോലെ തന്നെ എന്താണ്? ഒരു കമ്പാരിസൺ വരികയാണ്. നമ്മൾ ബജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇവിടെ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് എന്നുള്ള കാര്യം കമ്പയറും ചെയ്യുന്നുണ്ട് ബജറ്റഡ് റിസൾട്ട്. പിന്നീട് എന്താ പറയുന്ന? എയ്തർ ടു സെക്യൂർ ബൈ ഇൻഡിവിജ്വൽ ആക്ഷൻ. എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആക്ഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ് വഴിയോ, അതും അല്ലെങ്കിൽ എന്താണ് ഒരു റിവിഷൻ വഴിയോ ഈ ഒരു ബജറ്റ് വെച്ചിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നടത്തുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നു. അതുവഴി എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു റിവിഷൻ നടത്തണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബജറ്റിനെ യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് ബജറ്ററി കൺട്രോൾ എന്ന് പറയാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? ബജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ ബിസിനസിന്റെ ആക്ച്വൽ പെർഫോമൻസും ബജറ്റഡ് ഫിഗേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്താണ് നെസസറി ആക്ഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. വേരിയൻസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നെസസറി ആക്ഷൻസ് എടുക്കുന്ന പ്രോസസ് ആണ് ഏത് എന്ന് പറയുന്നത്? ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനിഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി എക്സിക്യൂട്ടീവ്സ് എന്ന് എക്സ്ട്രാ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ അത് നമ്മുടെ ബിസിനസിന്റെ പോളിസീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ടാണോ, എന്നിട്ട് പിന്നെ എന്താണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്താണ് ബജറ്റഡ് ഫിഗേഴ്സും അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഇൻഡിവിജ്വൽ ആക്ഷൻ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇനി എന്തെങ്കിലും റിവിഷൻസ് നടത്തണോ, അങ്ങനെയുള്ള അതിനെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് ഏത് എന്ന് പറയുന്നത്? ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കേണ്ടത്. എന്തൊക്കെയാണ് ബജറ്ററി കൺട്രോൾസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു എൻഷുർ പ്ലാനിംഗ് ഫോർ ഫ്യൂച്ചർ ബൈ സെറ്റിംഗ് അപ്പ് വേരിയസ് ബജറ്റ്. എന്താണ്? പല തരത്തിലുള്ള ബജറ്റുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യുക എന്നുള്ളത് ബജറ്ററി കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ബജറ്ററി കൺട്രോളിൽ ബജറ്റിന് മെയിൻ ഫോക്കസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏത് കാര്യവും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം അല്ലെ. ആ പ്ലാൻ, അതായത് പല തരത്തിലുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ പല രീതിയിൽ വേരിയസ് ബജറ്റ് ആണ് അല്ലെ. ഒരു ബജറ്റ് മാത്രമല്ല പല തരത്തിലുള്ള ബജറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുവഴി എന്താണ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഇന്ന കാര്യങ്ങൾ, ഇത്ര ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര ഔട്ട്പുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബജറ്ററി കൺട്രോൾ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിട്ടുണ്ട് എങ്കിൽ അവയെല്ലാം തമ്മിൽ എന്ത് വേണം? ഒരു കോർഡിനേഷൻ വേണം അല്ലെ. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അവയൊക്കെ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫേമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബജറ്ററി കൺട്രോൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് എൻഷുർ ചെയ്യാണ്? ഇതുപോലെയുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആക്ടിവിറ്റീസ് തമ്മിൽ കോർഡിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. Third one, to operate various cost centers and departments with efficiency and economy. അതായത് വളരെ എഫിഷ്യന്റ് ആയിട്ടും അതുപോലെ തന്നെ എക്കണോമിക്കലി ലാഭമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കോസ്റ്റ് സെന്റേഴ്സും ഡിപ്പാർട്ട്മെന്റും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്? ബജറ്ററി കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഡിഫറെന്റ് അല്ലെങ്കിൽ വേരിയസ് കോസ്റ്റ് സെന്ററും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എഫിഷ്യന്റ്ലി ആയിരിക്കണം, അതുപോലെ തന്നെ ഇക്കണോമിക്കലി ആയിരിക്കണം അല്ലെ. പൈസ പരമായിട്ടും അത് കറക്റ്റ് ആയിരിക്കണ്ടേ. അതായത് എല്ലാം നഷ്ടത്തിലാണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. വളരെ എഫിഷ്യന്റ് ആയിട്ടും വളരെ ഇക്കണോമിക്കൽ ആയിട്ടും എന്ത് ചെയ്യാനാണ്? ഇത്തരത്തിലുള്ള കോസ്റ്റ് സെന്റേഴ്സും ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതും ബജറ്ററി കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, ടു റെക്കോർഡ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബജറ്റഡ് ഫിഗേഴ്സ്
so that variance if are ascertained and responsibilities fixed to the executives. എന്താണ് നമ്മുടെ ബജറ്ററി കൺട്രോളിന്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആണ് ആക്ച്വൽ പെർഫോമൻസ് റെക്കോർഡ് ചെയ്ത് ബജറ്റഡ് ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഫിക്സ് ചെയ്യുക. ഇതും ബജറ്ററി കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. വേണമെങ്കിൽ ഇത് നമുക്ക് രണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാം അല്ലെ. എന്തൊക്കെയാണ്? പെർഫോമൻസ് അനാലിസിസ്, അതായത് ബജറ്റഡ് ഫിഗേഴ്സുമായിട്ട് എന്തിനെ കമ്പയർ ചെയ്യുക? ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക. വേരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. പിന്നീട് എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഫിക്സഡ് ടു ദി എക്സിക്യൂട്ടീവ്സ്. നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണോ ഉള്ളത് അത് മുൻകൂട്ടി ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതും ബജറ്ററി കൺട്രോളിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് എയ്തർ ഓൺ ദി ബജറ്റഡ് സൈഡ് ഓർ ഓൺ ദി പെർഫോമൻസ് സൈഡ്. എന്താണ്? നമുക്ക് എന്തെങ്കിലും വേരിയൻസ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കൂ. അതായത് ബജറ്റഡ് ഫിഗേഴ്സും അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും വേരിയൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, വേരിയൻസ് ഉണ്ട്, അതായത് ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് വേണം? ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻ നമ്മൾ എടുക്കണം. അത് ഒന്നെങ്കിൽ ബജറ്റഡ് സൈഡിലാകാം അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡിലാകാം. ഏതിനകത്ത് ആണോ മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ കറക്റ്റീവ് മെഷർ എടുക്കേണ്ടത് അത് ഏത് എന്ന് കണ്ടുപിടിച്ച് അത് ശരിയാക്കാനും ബജറ്ററി കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നാലാമത് നമ്മൾ പറഞ്ഞത് ആക്ച്വൽ പെർഫോമൻസും ബജറ്റഡ് ഫിഗേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസണും എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ വേരിയൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞതിനകത്ത് എന്താണ്? ആ കണ്ടുപിടിച്ച വേരിയൻസ് വെറുതെ വെച്ചോണ്ടിരിക്കാതെ നമ്മൾ കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു മെഷേഴ്സ് എടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ബജറ്റഡ് സൈഡിൽ നിന്നൊരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡിൽ മാറ്റം വരുത്തിയിട്ട് ആ ഒരു വേരിയൻസ് അവിടെ ഇല്ലാതാക്കാനാണ് ആര് ശ്രമിക്കുന്നത്? ബജറ്ററി കൺട്രോൾ ശ്രമിക്കുന്നത്. പിന്നീട് പറയുന്നു ടു അസർടൈൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. എന്താണ്? പല പല ഡിപ്പാർട്ട്മെന്റ്സുകളുള്ള നമ്മുടെ ബിസിനസിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അസർടൈൻ ചെയ്യാൻ ബജറ്ററി കൺട്രോൾ സഹായിക്കുന്നു. എന്താണ്? പല ഡിപ്പാർട്ട്മെന്റ് കാണും. നമ്മൾ പറഞ്ഞില്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിലൊരു കോർഡിനേഷൻ വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ആ ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യത്തുള്ളൂ അല്ലേ. അങ്ങനെ ആകുമ്പോഴേ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരും അല്ലേ. അപ്പൊ എന്താണ്? ടു അസർടൈൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതും എന്താണ്? ബജറ്ററി കൺട്രോളിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബജറ്ററി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓർഗനൈസേഷൻ ചാർട്ട് ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല ടേംസ് ഇങ്ങനെ പറഞ്ഞു പോകും. ഉറപ്പായിട്ടും നിങ്ങൾ അത് പഠിക്കണം. പരീക്ഷയ്ക്ക് ഈ ടേമിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അല്ലാണ്ട് ഒരു ഡെഫിനിഷൻ എടുത്ത് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. ഓരോ ടേമിനെ പറ്റിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് എന്താണെന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേമുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. സോ അതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. നോക്കാം നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന്. ആൻ ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് എ ചാർട്ട് പ്രിപ്പയർഡ് ഫോർ ദി എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ. എന്താണ്? എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം ബൈ ഫിക്സിംഗ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഈച്ച് എക്സിക്യൂട്ടീവ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ. എന്താണ്? നമ്മുടെ ബജറ്ററി കൺട്രോളിന്റെ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ എക്സിക്യൂട്ടീവ്സിന്റെയും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു ചാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞത്. അതായത് ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? അവരുടെ റൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് കാണും. അതിന്റെ താഴെയുള്ള പല പല ഹെഡുകൾ കാണും അല്ലെ. ഓരോ ഹെഡിന്റെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അവിടെ കാണും. അതിന് താഴോട്ട് വരുമ്പോൾ ഓരോ ലെവലായിട്ടല്ലേ പോകുന്നത്. ഓരോരുത്തരത്തും അവരവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ് എന്ന് നിർണ്ണയിച്ചു വെക്കുന്ന ആ ചാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞത്. ഈ ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ട് എങ്കിൽ നമ്മുടെ ബജറ്ററി കൺട്രോൾ സിസ്റ്റം വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസി എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാരണം ബജറ്ററി കൺട്രോളിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കണമെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രമാണ് ആക്ച്വൽ പെർഫോമൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അവിടെ ഒരു ആക്ച്വൽ പെർഫോമൻസ്
പെർഫോമൻസ് വേണമല്ലോ. അങ്ങനെയാകുമ്പോൾ എന്താണ്, ഈ ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓരോരുത്തർക്കും മനസ്സിലാവും അവരുടെ ജോലികൾ എന്തൊക്കെയാണ്, അവരുടെ അതോറിറ്റി എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലേ. അവിടെ തന്നെ ഉണ്ടായത് കൊണ്ട് എന്താണ്, ഓരോരുത്തർക്കും അതിലൊരു ബോധം ഉണ്ടാവും അല്ലേ. അതുവഴി എന്താണ്, നമ്മുടെ ബജറ്ററി കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് ഏത്, ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് there may be no conflict among functional executives. എന്താണ്, ഇങ്ങനൊരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടായത് കൊണ്ട് എന്താണ്, നമ്മുടെ ഫങ്ഷണൽ എക്സിക്യൂട്ടീവ്സുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകില്ല. കാരണം എന്താണ്, ഓരോരുത്തരും ചെയ്യേണ്ട ജോലികളും അവരുടെ അതോറിറ്റിയും കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനകത്തൊരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു വഴക്കിന്റെയോ തർക്കത്തിന്റെയോ ആവശ്യമുണ്ടോ? ഇല്ല. അവരവരുടെ ജോലി അവരവർ കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് ഇത് നിന്റെ ജോലിയാണെന്നോ ഇത് മറ്റാളുടെ ജോലിയാണെന്നോ എന്ന് നമുക്ക് ആ ഫങ്ഷണൽ എക്സിക്യൂട്ടീവ്സിന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അതോറിറ്റീസും. അതുകൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാകുന്നതാണ്. അപ്പൊ എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് ക്ലിയർ ആയല്ലോ. ആ ചാർട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ഓരോ ഫങ്ഷണൽ എക്സിക്യൂട്ടീവ്സിന്റെയും അല്ലെങ്കിൽ ഈച്ച് എക്സിക്യൂട്ടീവ്സിന്റെ റൈറ്റ് അതുപോലെ തന്നെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആണ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ അതോറിറ്റി എന്ന്. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു. അതുവഴി നമ്മുടെ ബജറ്ററി കൺട്രോൾ സിസ്റ്റം എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്നു. അതാണ് നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബജറ്റ് കമ്മിറ്റി ആണ്. എന്താണ് ബജറ്റ് കമ്മിറ്റി? ബജറ്റ് കമ്മിറ്റി ഈസ് എ പെർമനന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. എന്താണ്, ഒരു പെർമനന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണ് കൺസിസ്റ്റിംഗ് ഓൾ ദി ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. എന്താണ്, നമ്മുടെ ബിസിനസ്സിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും മെമ്പേഴ്സ് ആയിട്ട് വരുന്ന ഒരു പെർമനന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ജനറൽ മാനേജർ ആസ് ദി ചെയർമാൻ. എന്താണ്, ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ മെമ്പേഴ്സും ചെയർമാനും ആണുള്ളത്. ചെയർമാൻ എന്ന് പറയുന്നത് ജനറൽ മാനേജർ ആയിരിക്കും. മെമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരിക്കും അല്ലെ. പ്രൊഡക്ഷൻ ഹെഡ് കാണും, സെയിൽസ് ഹെഡ് കാണും, അതുപോലെ തന്നെ HR ഹെഡ് കാണും, അങ്ങനെ ഫിനാൻസ് ഹെഡ് കാണും. അങ്ങനെ ഏതൊക്കെ ഫംഗ്ഷൻസ് ആണോ നമ്മുടെ ബിസിനസ്സിലുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പെർമനന്റ് ആണ് അല്ലെ, വല്ലപ്പോഴും ഉണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല, സ്ഥിരമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബജറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് എ പെർമനന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓൾ ദി ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആസ് എ മെമ്പേഴ്സ് ആൻഡ് യൂഷ്വലി ജനറൽ മാനേജർ ആസ് ദി ചെയർമാൻ. ദിസ് കമ്മിറ്റി മേക്ക് ദ ബജറ്റിംഗ് സിസ്റ്റം മോർ എഫക്റ്റീവ്. എന്താണ്, ഈ ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തെ മോർ എഫക്റ്റീവ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തെ മോർ എഫക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ സജഷൻസ് എല്ലാം ഈ ഒരു കമ്മിറ്റിയിൽ വരുന്നതാണ് അല്ലേ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ബജറ്റ് കമ്മിറ്റി എന്ന് ക്ലിയർ ആണല്ലോ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകൾ ചേർന്നിട്ടാണ് ആ ഒരു കമ്മിറ്റി തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജനറൽ മാനേജർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെർമനന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണ് ഏതെന്ന് പറയുന്നത്, ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടേം ആണ് ബജറ്റ് ഓഫീസർ. ആരാണ് ബജറ്റ് ഓഫീസർ നോക്കാം. ബജറ്റ് ഓഫീസർ ഈസ് ദി ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ബജറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഹു ഈസ് എംപവേർഡ് ടു സ്ക്രൂട്ടനൈസ് ദ ബജറ്റ് prepared by different functional head and make a change in them if the situation so demanded. എന്താണ്, നമ്മുടെ ബിസിനസ്സിനകത്ത് പല ഫങ്ഷണൽ ഹെഡുകൾ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ പല ഫങ്ഷണൽ ഹെഡുകളുണ്ട്. അവർ ഓരോരുത്തരും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് വരുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷത്തിലേക്ക് വരുന്ന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ ഫങ്ഷണൽ ബജറ്റുകൾ തയ്യാറാക്കി തരും അല്ലേ. ആ ബജറ്റുകളെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, അതായത് എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യമെന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ ചേഞ്ചസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, നമ്മുടെ ബിസിനസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഫങ്ഷണൽ ഹെഡ്സും കൊണ്ടുവരുന്ന ബജറ്റിനെ സ്ക്രൂട്ടനൈസ്
സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ജോലിയാണ് ആർക്കുള്ളത്? ബജറ്റ് ഓഫീസർക്കുള്ളത്. അപ്പൊ അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് ഓർത്തിരിക്കുക. ഓർഗനൈസേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ബജറ്റ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുമതല എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. He prepares summary of budget in consultation with the budget committee. എന്താണ് ഇനി ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രൂട്ടനൈസേഷൻ ഒക്കെ കഴിഞ്ഞ് ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ വരുത്തിയതിനു ശേഷം എന്താണ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സമ്മറി ബജറ്റ് പ്രിപ്പയർ ചെയ്യും. എന്താണ് പല ഹെഡിൽ നിന്ന് കിട്ടിയ ബജറ്റുകൾ വെച്ചിട്ട് ഒരു സമ്മറി ബജറ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്യും. ആരുടെ കൺസൾട്ടേഷന് കൂടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ബജറ്റ് കമ്മിറ്റി ആയിട്ട് ആലോചിച്ച് തീരുമാനിച്ച ഒരു സമ്മറി ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ബജറ്റ് ഓഫീസർ ആണ്. അപ്പൊ പല ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ബജറ്റിൽ നിന്ന് എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഒരു സമ്മറി ബജറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ബജറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബജറ്റ് സെന്റർ എന്താണെന്ന് നോക്കാം. എന്താണ്? എ ബജറ്റ് സെന്റർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബജറ്ററി കൺട്രോൾ. എന്താണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സെക്ഷൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ സെക്ഷനെയോ ആണ് എന്തെന്ന് പറയുന്നത്? ബജറ്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ബജറ്ററി കൺട്രോൾ നടക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ബജറ്റ് സെന്ററിൽ വെച്ചിട്ടായിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ തന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റോ സെക്ഷനോ ആണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ബജറ്റ് സെന്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഡിഫൈൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബജറ്ററി കൺട്രോൾ. ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബജറ്റ് സെന്ററുകൾ രൂപീകരിക്കുന്നത്. എ ബജറ്റ് സെന്റർ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഓൾ ബജറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു കോസ്റ്റ് സെന്റർ. എന്താണ് ഈ ബജറ്റ് സെന്ററുകളൊക്കെ എന്തിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് കോസ്റ്റ് കൺട്രോൾ അല്ലേ? അവിടെ എല്ലാം ഏത് ബിസിനസ് ആയാലും കോസ്റ്റ് കൺട്രോളിലൂടെ വേണം എന്ത് ചെയ്യാൻ? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അതിന് ആ ഒരു കോസ്റ്റ് കൺട്രോളിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബജറ്റ് സെന്റർ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ. ബജറ്റ് സെന്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓൾ ബജറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു കോസ്റ്റ് സെന്റർ. നമ്മുടെ ബിസിനസ്സിലുള്ള എല്ലാ ബജറ്റും എവിടെ റിലേറ്റ് ചെയ്തിരിക്കണം? കോസ്റ്റ് സെന്ററിൽ റിലേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതാണ് ബജറ്റ് സെന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബജറ്റ് പീരീഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് പീരീഡിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. ആ പീരീഡ് ആണ് ഏതെന്ന് പറയുന്നത്? ബജറ്റ് പീരീഡ് എന്ന് പറയുന്നത്. എ ബജറ്റ് പീരീഡ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് എന്താണ്? ബജറ്റ് പീരീഡ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് എ ബജറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് എംപ്ലോയിഡ്. നമ്മൾ എത്ര നാളത്തേക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക്, എപ്പോഴും നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ എത്രയാണോ ആ ഒരു ലെങ്ത് ഓഫ് ടൈം എന്ന് പറയുന്നത് അതിനെയാണ്, അതായത് ഒരു ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എംപ്ലോയ് ചെയ്യുന്നത് എത്ര നാളത്തേക്കാണ്, ആ ഒരു ഗ്യാപ്പ് പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ബജറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയുള്ള ഒരു ബജറ്റാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എങ്കിൽ അതിന്റെ ബജറ്റ് പീരീഡ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ബജറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് പീരീഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ബിസിനസ്, കൺട്രോൾ ആസ്പെക്ട്, പ്രൊഡക്ഷൻ പീരീഡ്, ടൈമിംഗ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് എക്സെട്ര. അതായത് ഈ ലെങ്ത് ഓഫ് പീരീഡിൽ മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ലെങ്ത് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നത് എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ ബിസിനസിന്റെ നേച്ചർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ ആസ്പെക്ട് വെച്ചിട്ടായിരിക്കാം, പ്രൊഡക്ഷൻ പീരീഡ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫിനാൻസിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ടൈമിംഗ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് വെച്ചിട്ടാകാം. ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു പീരീഡിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ലെങ്തിനകത്ത് എന്താണ് ചേഞ്ചസുകൾ വരാറുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.